സോ ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ സമയം കൃത്യം 10:52. 100% ചാർജ് ഇപ്പോൾ ഉണ്ട്. കുറേ നാൾക്ക് ശേഷം 25,000 രൂപയ്ക്ക് താഴെ ഒരു ബെസ്റ്റ് ഓവറോൾ ഫോൺ അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോൺ എന്നുള്ള രീതിയിലാണ് പോക്കോ അവരുടെ പോക്കോ X7 Pro എന്ന് പറഞ്ഞ ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. യമണ്ടം ബാറ്ററിയും അത്യുഗ്രം പെർഫോമൻസും ഈ ഫോണിനുണ്ട് എന്ന് പറഞ്ഞാലും റിയൽ ലൈഫിൽ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്ന് ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ്, സോ നമ്മൾ കോഫി റെഡി. ഇപ്പോൾ നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ 11:19 ആണ്. 99% ചാർജ് ആണുള്ളത്. ഇനി നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ കളിക്കാൻ പോവുകയാണ്. ഈ ഡിവൈസിനകത്ത് നിങ്ങൾക്ക് 120 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ കളിക്കാനായിട്ട് പറ്റും. സോ 120 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ തന്നെ ഞാനൊരു ഹാഫ് ആൻ അവർ കളിക്കാൻ പോവുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ 99% ആണ് ഇതിൻ്റെ ഒരു ബാറ്ററി പെർസെൻറ്റേജ്. കൂട്ടത്തിൽ ഈ ഡിവൈസ് ഹീറ്റ് ആവുന്നുണ്ടോ എന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 29.2 ആണ്. എൻ്റെ കോഫിയുടെ ടെമ്പറേച്ചറും കൂടെ ഒന്ന് അളക്കാൻ പോവുകയാണ്. ഓ, കോഫി 56 ഡിഗ്രീസിലാണ് ഉള്ളത്. ഡിവൈസിൽ കൊടുത്തിരിക്കുന്നത് മീഡിയാടെക്കിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിമെൻസിറ്റി 8400 അൾട്ര എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ്. ആൻഡ് സുഖമായിട്ട് ഈ ഒരു ചിപ്സെറ്റ് ഗെയിമിംഗ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞാൻ അത്യാവശ്യം കളിച്ചപ്പോഴൊന്നും യാതൊരു ഗ്ലിച്ചോ ഒന്നും ഫേസ് ചെയ്തില്ല. ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊന്നും തോന്നിയില്ല. നല്ല സ്മൂത്ത് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. 4 നാനോമീറ്ററിൻ്റെ TSMCയുടെ ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ റിലയബിൾ ആണ് ആ ഒരു പെർഫോമൻസ് ഫോർ എ ലോങ് ടേം. അങ്ങനെ നമ്മൾ ഏകദേശം അരമണിക്കൂറോളം കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ 120 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ കളിച്ചു. അതും ഔട്ട്ഡോറിൽ ബാൽക്കണിയിൽ ഫുൾ ബ്രൈറ്റ്നസ് ഇട്ടിട്ട്. ആൻഡ് ഏകദേശം 38 ഡിഗ്രിയാണ് ഇതിൻ്റെ ചൂട് വന്നിരിക്കുന്നത്. പക്ഷേ 96% ബാറ്ററി ഇപ്പോഴും ബാക്കിയുണ്ട്. ആൻഡ് സർപ്രൈസിങ് ഫാക്ടേഴ്സ്, ഇത്രയും നേരം ഞാൻ ഗെയിം ചെയ്തിട്ട് എനിക്ക് യാതൊരു ഫ്രെയിം ഡ്രോപ്പുകളോ ലാഗോ ഗ്ലിച്ചോ ഒന്നും ഫീൽ ചെയ്തില്ല. ആൻഡ് ഔട്ട്ഡോറിൽ ഗെയിം കളിച്ചിട്ട് പോലും ഡിവൈസ് ഹീറ്റ് ആകുന്നില്ല എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റ് ഇസ് റിയലി ഇംപ്രസീവ്. സോ നിസാരം ഗെയിമിംഗ് കൊണ്ടൊന്നും ഇവൻ കീഴടങ്ങുന്ന എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ ഈ ഒരു ടെസ്റ്റിനെ കുറച്ചുകൂടി എക്സ്ട്രീം ആക്കാൻ പോവുകയാണ്. ബേസിക്കലി ഇപ്പോൾ ഉച്ചയാവാറായി. ആൻഡ് പുറത്ത് ഔട്ട്ഡോറിൽ ഞാൻ പോയിട്ട് 4K 60fps ഇതിൽ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ആൻഡ് അതിനുശേഷം നമ്മൾ 4K 60fps വീഡിയോസ് ഇതിൽ ഷൂട്ട് ചെയ്തത് ഈ ഡിവൈസിൽ തന്നെ എഡിറ്റ് ചെയ്ത് ഇതിൽ തന്നെ റെൻഡർ ചെയ്ത് നോക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഔട്ട്ഡോറിലുള്ള 4K വീഡിയോസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫോട്ടോ സാമ്പിൾസും ഒക്കെ എടുത്തായിരുന്നു. ഔട്ട്ഡോറിൽ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ ഇത്രയും നേരം ഞാൻ 4K വീഡിയോസ് എടുത്തിട്ട് ബാക്കി ഉള്ള ചാർജ് എന്ന് പറയുന്നത് 92%. സോ വിത്ത് മൊബൈൽ ഡേറ്റ 4G ഓർ 5G ഞാൻ 4K വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് 92% ആണ്. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇപ്പോൾ ഷൂട്ട് ചെയ്ത വീഡിയോസ് എല്ലാം നമ്മൾ 4Kയിൽ എഡിറ്റ് ചെയ്യാൻ പോവാണ്, റെൻഡർ ചെയ്യാൻ പോവാണ്. 4K എഡിറ്റിംഗിന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് KineMaster ആണ്. സോ ഷൂട്ട് ചെയ്തതെല്ലാം നമ്മൾ KineMasterലേക്ക് ഒന്നൊന്നായിട്ട് ഇമ്പോർട്ട് ചെയ്യുവാണ്. റാൻഡം മോഡലിൽ ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ ടൈം ലൈൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. 28.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ നമുക്ക് റെൻഡർ ചെയ്യാം 4K 60fps തന്നെ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. സ്റ്റോപ്പ് വാച്ചും വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് റെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര സമയമാണ് ടോട്ടലി എടുക്കുന്നത് എന്നറിയാനായിട്ട്. സോ റെൻഡർ ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 1 GB ഫയലാണ് ഈ ഒരു 5 മിനിറ്റ്സ് വരുന്നത്. സോ നമ്മൾ അത്രയും ഹയസ്റ്റ് ക്വാളിറ്റിയിലിട്ടാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. 3 മിനിറ്റ് 21 സെക്കൻഡ് ആണ് എടുത്തിരിക്കുന്നത്. 29.6 ഡിഗ്രിയിലാണ്. ഇതാണ് നമ്മൾ 4K 60fps റെൻഡർ ചെയ്തിരിക്കുന്ന എടുത്തിരിക്കുന്ന ആ ഒരു വീഡിയോ. ആൻഡ് ഇപ്പോഴത്തെ ഇതിൻ്റെ ബാറ്ററി നോക്കുവാണെങ്കിൽ 89% സമയം 12:29. അങ്ങനെ ഔട്ട്ഡോർ വിസിബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ വെയിലത്തിറങ്ങി നമ്മൾ മാപ്പ് ഇട്ട് നാവിഗേറ്റ് ചെയ്യുവാണ്. അത്യാവശ്യം നല്ല പോലെ തന്നെ ഡിസ്പ്ലേ കാണുന്നുണ്ട്, ബ്രൈറ്റ് ആണ്. സോ നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോയേക്കുന്നത്. മെട്രോയിൽ നമ്മൾ കയറി ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ മെട്രോയുടെ അകത്തിരുന്ന് 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോഴേക്കും മെട്രോ ക്രൗഡഡ് ആയി. എടുത്ത ഫോട്ടോസൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇതിനകത്തുള്ള HyperOS 2.0ൻ്റെ കുറച്ച് AI എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിന് റിഫ്ലക്ഷൻ നമുക്ക് AI ഉപയോഗിച്ച് റേസ് ചെയ്യാനായിട്ട് പറ്റും. എടുത്ത ഫോട്ടോസിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്ത് AI ഉപയോഗിച്ച് നമ്മൾക്കത് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. ഈവൻ നട്ടുച്ചയ്ക്ക് എടുത്ത ഫോട്ടോയിനെ പോലും നമ്മൾക്ക് രാത്രിയാക്കാം, സ്കൈ മാറ്റാം, സ്റ്റാർസ് മാറ്റാം, എന്തിന് ക്ലൗഡ്സ് വരെ മാറ്റാൻ പറ്റും AI സ്കൈ വെച്ചിട്ട്. കൂടാതെ എടുത്ത ഫോട്ടോയിനെ കുറച്ചുകൂടി നമ്മൾക്ക് AI എക്സ്പാൻഡർ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാം. മെട്രോയിലാണ് പോകുന്നത്. നമ്മൾ എയർടെൽ സിം ആണ് ഇട്ടിരിക്കുന്നത്. 5G കണക്റ്റഡ് ആണ്. 5G കണക്ടിവിറ്റി ടെസ്റ്റ് ചെയ്യാൻ ഓടുന്ന മെട്രോയ്ക്കകത്ത് ഞാൻ എന്താ വീഡിയോ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് വീഡിയോസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ബ്രൈറ്റ്നസ്സിലും വിഷയമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒരു രക്ഷ ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി ഒരു പോർട്രേറ്റ് സെൽഫി ഒക്കെ എടുത്തു, കുറച്ച് പ്രാവൊക്കെ ഉണ്ടായി, അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തു. അൾട്രാ വൈഡ് ക്യാമറയും നമ്മൾ ടെസ്റ്റ് ചെയ്തു. വീണ്ടും ഒരു ഫോട്ടോ സാമ്പിൾ കാണിച്ചു തരാം. ഇനി ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ മാപ്പ് ഇട്ട് വീണ്ടും നാവിഗേറ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് ബ്രൈറ്റ്നസ് ഇപ്പോഴും നല്ല ഹൈയിൽ തന്നെയാണ് കിടക്കുന്നത്. ആൻഡ് ഓൺ ദ ഗോയിൽ നമ്മൾ കോൾസും കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കി. ഇതിന്റെ നെറ്റ്വർക്ക് റിസപ്ഷനും അത്യാവശ്യം നല്ല തന്നെയായിരുന്നു. കോൾ ക്വാളിറ്റിക്കൊന്നും പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ പരിപാടി കഴിഞ്ഞ് വീണ്ടും നമ്മൾ മെട്രോയിൽ റിട്ടേൺ അടിക്കുവാണ്. ആൻഡ് എത്തിയപ്പോഴേക്കും ഇരുട്ടി. സോ നൈറ്റിലുള്ള കുറച്ച് ഫോട്ടോ സാമ്പിൾസ് ഒക്കെ കാണിച്ചു തരാം. ഇപ്പോൾ സമയം ഏകദേശം 6:49, 7 മണി അടുത്തായി. ആൻഡ് ഇപ്പോഴും എനിക്ക് 69% ബാറ്ററി ഉണ്ട്. 5G ഓൺ ആണ്.
ഓക്കെ, ഡിവൈസിനകത്ത് നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സും കൂടെ കിട്ടുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു സാമ്പിളും കൂടെ കേട്ട് നോക്കാം. എന്തായാലും നല്ല അടിപൊളിയും ലൗഡും ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ ഒരു ബൗളിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. വേറെ ഒന്നുമല്ല, ഞാൻ കാണിച്ചു തരാം. ഈ ഡിവൈസിന് ഒരു പ്രത്യേകതയുണ്ട്. ഡിവൈസ് IP66, IP68 ആൻഡ് IP69 റേറ്റഡ് ആണ്. വിച്ച് മീൻസ് ഇത്തരത്തിൽ നിങ്ങൾ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഈ ഒരു ഡിവൈസ് പൂർണ്ണമായും മുക്കാനായിട്ട് പറ്റും. യെസ്, ഞാൻ ഈ ഒരു ഡിവൈസ് പൂർണ്ണമായും ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ മുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മുക്കി, കണ്ടില്ലേ, ഡിവൈസിന്റെ ഡിസ്പ്ലേ മൊത്തം വെള്ളമാണ് ആൻഡ് എൻ്റെ കയ്യിലും വെള്ളമുണ്ട്. ഇപ്പം ഞാൻ ഫിംഗർ പ്രിന്റ് സ്കാനർ വെച്ച് കഴിഞ്ഞാൽ അൺലോക്ക് ആവും. ഇതിന്റെ വെറ്റ് ടച്ച് ഇമ്പ്രൂവ് ചെയ്തേക്കണ ഒരു രക്ഷയില്ല. സാധാരണ നമ്മൾ കാണുന്ന പോലെ അല്ലാതെ നല്ല പോലെ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ പോലും ഒരു കുഴപ്പവുമില്ലാതെ ഈ ഒരു സാധനം നാവിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സൂപ്പർ. കൂടാതെ ഇതിനകത്ത് വേറെയും AI ഫീച്ചേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നോട്ട്സ് ആപ്ലിക്കേഷനകത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ ഈ ടൈപ്പ് ചെയ്തേക്കുന്ന സമ്മറി കിട്ടാനായിട്ട് ഞാൻ AI സമ്മറിയിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് എന്താണ് അവിടെ ടൈപ്പ് ചെയ്തത് എന്നുള്ളതിന്റെ സമ്മറി ഉണ്ടാക്കി തരും. എഴുതിയേക്കുന്ന ഐറ്റംസിൽ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ എന്നറിയാനായിട്ട് AI പ്രൂഫ് റീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ എഴുതിയിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ കൂടെ പോയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുകയും മുഴുവനായി എഴുതി കഴിഞ്ഞ ശേഷം ഇവിടെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ, ആ വാക്കുകളിലെല്ലാമായിരുന്നു പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായത്. അതേപോലെ AI ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചത് ഇത്രയും ഭാഷകളിൽ നമ്മൾ എഴുതിയേക്കുന്ന കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. യെസ്, ഹിന്ദി ഭാഷയുടെ സപ്പോർട്ടും ഈ ഒരു ഡിവൈസിലുണ്ട്. കൂടാതെ കോളുകൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും AI ടൂൾസ് കിട്ടുന്നതായിരിക്കും. ഇതിനകത്ത് ഇന്റർപ്രറ്റ് എന്ന് പറഞ്ഞ ടൂള് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റേ ഭാഷയിലുള്ളത് തർജ്ജിമ ചെയ്തും തരും. ഈവൻ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു റെക്കോർഡർ ആപ്പിനകത്ത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങളുടെ വോയിസ് റെക്കോർഡിങ്ങിനെ കേട്ടിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് നിങ്ങൾ സംസാരിച്ചത് എന്ന് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തു തരും. ആൻഡ് ഈ ട്രാൻസ്ക്രിപ്റ്റിന്റെ സമ്മറി കിട്ടാനായിട്ട് AI സമ്മറി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് നമ്മൾക്ക് അതിന്റെ സമ്മറിയും ഇവിടെ വന്നു കഴിഞ്ഞു. Now it's time for the ultimate reveal. എത്ര ശതമാനം ബാറ്ററിയാണ് ബാക്കിയുള്ളത് ആൻഡ് എത്രയാണ് ഇതിന്റെ സ്ക്രീൻ ഓൺ ടൈം. രാവിലെ ഞാൻ 100% ചാർജ് ചെയ്തിട്ട് കാട്ടിക്കൂട്ടാത്ത പരിപാടികൾ ഒന്നും തന്നെ ഫോണിലില്ല. ഹെവി യൂസേജ് ആയിരുന്നു ഇന്ന് ഈ ഒരു ഡിവൈസിൽ. 6550 mAh ബാറ്ററി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വെറും തള്ളാണ് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇതിനകത്തുള്ള ബാറ്ററി പെർസെൻറ്റേജ് നോക്കിയേ, 61%. ഞെട്ടിക്കുന്ന കാര്യം അതല്ല, ഇതിനകത്ത് നമ്മൾ ബാറ്ററിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ യൂസേജ് അല്ലെങ്കിൽ സ്ക്രീൻ ഓൺ ടൈം കാണാനായിട്ട് പറ്റും. ഈ ഡിവൈസിന്റെ ആക്റ്റീവ് ടൈം 9 മണിക്കൂറും 57 മിനിറ്റുമാണ് ഇപ്പോൾ. നിസ്സാര പരിപാടികളൊന്നുമല്ല, ഇഷ്ടം പോലെ നേരം നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കണ്ടു, നമ്മൾ ക്യാമറ ഹെവി ആയിട്ട് ടെസ്റ്റ് ചെയ്തു, നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചു നോക്കി, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികൾ, നാവിഗേഷൻ എല്ലാം തന്നെ ഈ ഒരു ഡിവൈസിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഇപ്പോൾ സമയം 8:49. ഈ ഒരു 8:49 എന്ന് പറയുന്ന സമയത്ത് പോലും 61% ബാറ്ററി ഉണ്ട്. ഞാൻ പൂർണ്ണമായും പുറത്തു പോയപ്പോഴെല്ലാം ഇതിനകത്ത് മൊബൈൽ ഡേറ്റ ഓൺ ആയിരുന്നു. എയർടെലിന്റെ സിമ്മിൽ 5G 4G അങ്ങനെ മാറി മാറി ട്രാൻസിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു രക്ഷയില്ല. റിയലി പോക്കോ X7 Pro ഇംപ്രസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ 25,000 റുപ്പീസിന് താഴെ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ സ്മാർട്ട് ഫോൺ, അതും നല്ല പെർഫോമൻസ് തരുന്ന, നല്ല ഡിസ്പ്ലേ ഉള്ള, നല്ല സ്പീക്കേഴ്സ് ഉള്ള, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഗെയിമിംഗ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണിന് കൊള്ളാവുന്ന ഒരു ക്യാമറ പെർഫോമൻസ് തരുന്ന 4K വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ആൻഡ് ഹീറ്റിംഗ് ഒന്നും അധികം ആവാത്ത, ഇതിലെല്ലാം ഉപരി ഇത്ര സ്ലിം ഫോം ഫാക്ടറിലും ഇത്ര കിഡിലൻ ബാറ്ററി ബാക്കപ്പ് തരുന്ന ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോക്കോ X7 Pro എന്തായാലും നിങ്ങൾ കണ്ണും പൂട്ടി മേടിക്കാനായിട്ട് പറ്റും. ആൻഡ് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു ടെസ്റ്റും കൂടെ പെൻഡിങ് ഉണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് 90 വാട്ടിൻ്റെ ഹൈപ്പർ ചാർജറാണ് വരുന്നത്. സോ ഇത് 90 വാട്ടിൻ്റെ ഹൈപ്പർ ചാർജർ വെച്ച് നമ്മൾക്ക് 100% ചാർജ് ചെയ്യാനായിട്ട് എത്ര നേരമാണ് എടുക്കുന്നത് എന്നുള്ള ഒരു ടെസ്റ്റും കൂടെ കൊണ്ട് ഈ ഒരു വീഡിയോ നമ്മൾക്ക് അവസാനിപ്പിക്കാം. എന്തായാലും ഈ ഡിവൈസിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ലിങ്ക് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഈ കാണുന്നതാണ് ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ്. ആൻഡ് നിങ്ങൾക്ക് എന്താണ് പോക്കോ X7 Pro 5G കുറിച്ച് തോന്നിയത് എന്നുള്ള കാര്യം കൂടി കമൻറ്റ് ചെയ്യുക.